ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് ഓണസദ്യയാണ്. അപ്പോൾ ഓണസദ്യയിലെ പ്രധാന വിഭവമാണ് നാരങ്ങ അച്ചാർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്, വലിയ നാരങ്ങ. ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ സീഡ്സ് എല്ലാം കളഞ്ഞ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഈ വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിത് വറുത്തെടുക്കണം. അതിനുവേണ്ടി നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ ചേർത്ത് കൊടുക്കാം. നാരങ്ങ നല്ലോണം മൂത്ത് വരണം. അപ്പോൾ ഞാൻ മുഴുവൻ വീഡിയോയും കാണിക്കുന്നില്ല, ഇടയ്ക്ക് കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ലെങ്ത് കൂടും. അപ്പം നിങ്ങളതുപോലെ പറയുന്നതനുസരിച്ച് ഇതൊന്ന് വറുത്തെടുക്കുക. പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് കൂടുതൽ തന്നെ ചേർക്കാം, കാരണം നല്ല പുളിയുള്ള നാരങ്ങയാണ്. ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ചുവക്കുന്നത് വരെ വറുത്തെടുക്കാം. വാഴയിലയിൽ നിറയെ വിഭവങ്ങളുമായി ഓരോ രുചിയും മറ്റൊന്നിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനോഹരമായ ഭക്ഷണാനുഭവമാണ് ഓണസദ്യ. ആ സദ്യയിൽ ചെറിയൊരു വിഭവമാണെങ്കിലും നമ്മുടെ ഈ നാരങ്ങ അച്ചാറിന് അതിൻ്റേതായ ഒരു പ്രധാന സ്ഥാനമുണ്ട്. നാരങ്ങ അച്ചാർ, ഇഞ്ചി, അതുപോലെ തന്നെ മാങ്ങ, ഇതൊന്നും ഇല്ലാതെ നമ്മുടെ ഓണസദ്യ പൂർണ്ണമാവില്ല. ഇവിടെ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോരാ, ഇനിയും വേണം. കുറച്ചുകൂടെ നമുക്കിതൊന്ന് വറുത്ത് കൊടുക്കാം. പുളിയും എരിവും ഉപ്പും എല്ലാം ഒത്തുചേർന്ന നാരങ്ങ അച്ചാർ ഇപ്പം മറ്റ് വിഭവങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രുചിയെ കൂടുതൽ തൊട്ടുണർത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബാക്കിയുള്ള സദ്യകളൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഒരല്പം നാരങ്ങ അച്ചാർ തൊട്ട് നാക്കിൽ വയ്ച്ചതിന് ശേഷം നമ്മൾ ആ ഓണസദ്യ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക അനുഭവമാണ്. ഇനിയും കുറച്ചുകൂടെ മൂക്കാനുണ്ട്, കുറച്ചുകൂടെ മൂപ്പിച്ചെടുക്കാം. നമ്മുടെ കേരളത്തിൻ്റെ ഭക്ഷണ പാരമ്പര്യത്തിൻ്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് നാരങ്ങ അച്ചാർ. അപ്പോൾ നമ്മൾ നാരങ്ങ അച്ചാർ ഇതാ ഇവിടെ നല്ലോണം മൂത്ത് കിട്ടിയിട്ടുണ്ട്, നല്ലോണം ചുവന്ന് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകരുത്. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇളക്കിയിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത്രയും മതി. ഇനി തീ മിതമായ രീതിയിൽ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇതിനാവശ്യമായ മസാലകൾ ചേർക്കണം. 2 സ്പൂണോളം എരിവുള്ള മുളക് പൊടിയും, അതുപോലെ തന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി 1/4 സ്പൂൺ, കൂടെ തന്നെ കായം. ഇത്രയും ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വറുത്തെടുക്കാം. പൊടിയുടെ പച്ചമണം എല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട്. പൊടിയെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റേതായ ഒരു മണം വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പുളിയാണ് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാനുള്ളത്. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാനിവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതൊഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് തിള വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതൊരു തൊടുകറിയാണ്, അപ്പോൾ ഒരുപാട് അങ്ങ് ലൂസായി പോണ്ട.
ഇത്തിരി കട്ടിക്കാണ് എടുക്കാനുള്ളത്. ഈ ഓണത്തിന് നിങ്ങളുടെ സദ്യയിൽ എൻ്റെ ഈ നാടൻ രീതിയിൽ തയ്യാറാക്കിയ നാരങ്ങ അച്ചാർ കൂടി തീർച്ചയായും ഉണ്ടാകണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് നോക്കിയ ശേഷം ചേർത്ത് കൊടുക്കാം. ഇതിൽ ഒരുപാട് ഉപ്പ് ചേരും, കാരണം നല്ല പുളിപ്പാണ്. ഈ സമയം ശർക്കര ചേർക്കുന്നവർക്ക് ഒരു കഷ്ണം ശർക്കര ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ശർക്കര ചേർക്കുന്നില്ല. ഇവിടെ നമുക്ക് എരിവും പുളിയും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഉപ്പും എല്ലാം ചേർന്ന ഒരു നാരങ്ങ അച്ചാറാണ് ഇഷ്ടം. അതുകൊണ്ട് മാത്രമാണ് മധുരം ചേർക്കാത്തത്. മധുരം ചേർക്കണമെന്നുള്ളവർക്ക് മധുരം ചേർക്കാം. നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ദേവീസ് പ്ലാനറ്റ് എന്ന ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. കൂടെ തന്നെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി വയ്ക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ, നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഇപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇതാണ് നമ്മുടെ നാരങ്ങ അച്ചാറിൻ്റെ പരുവം. ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഒരുപാട് കട്ടിയുമല്ല. ഇലയിൽ തൊട്ട് വയ്ക്കാനുള്ള പാകമാണ്. എല്ലാവർക്കും അഡ്വാൻസായിട്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണ ആശംസകൾ കൂടെ നേരുന്നു. ഇത്രയേ ഉള്ളൂ. നാരങ്ങ അച്ചാർ റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം.